ന്യൂദില്ലി വേറിട്ട ഒരു പോരാട്ടത്തിന് ഒരു സമരത്തിന് സാക്ഷ്യം വഹിച്ചു. വിഷയം കേരളവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കേരളം നേരിടുന്ന ഒരു അവഗണന, കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിടുന്ന ഒരു അവഗണന, അതിനെതിരെയുള്ള ഒരു സമരമായാണ് തുടങ്ങിയത്. എന്നാൽ ആ സമരം രാജ്യത്തിൻ്റെ ഒരു സമരമായി മാറി. ഏറെ ദേശീയ പ്രാധാന്യമാണ് ആ സമരത്തിന് ലഭിച്ചത്. 3 മുഖ്യമന്ത്രിമാർ ആ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ സന്ദേശം അയച്ചു. ഫറൂഖ് അബ്ദുള്ള മുതൽ കപിൽ സിബൽ വരെയുള്ള ദേശീയ നേതാക്കൾ ആ സമരത്തിൽ പങ്കാളിയായി. ഈ വിഷയമാണ് ഇന്ന് വി ദ പീപ്പിൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ കൈരളി TV-യിലെ സീനിയർ ജേർണലിസ്റ്റായ സിജു സൂദൻ, അതുപോലെ കാവ്യ S. ബാബു, ഷമ്മി പ്രഭാകർ ഈ പരിപാടിയിൽ ഒരു പുതുമുഖമാണ്. കൈരളി TV-യിലും കൈരളി ന്യൂസിലും ഒരു പുതുമുഖമാണ്. നേരത്തെ ഏഷ്യാനെറ്റിലും അതുപോലെ മാതൃഭൂമി ചാനലിലുമെല്ലാം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. കേരളത്തിനകത്തും പുറത്തും മാധ്യമപ്രവർത്തനം നടത്തി ഏറെ പരിചയസമ്പത്ത് ഷമ്മി പ്രഭാകരനുണ്ട്. അപ്പോൾ ആദ്യം സിജു സുഗതനിലേക്ക്. സിജു, ഇന്നിറങ്ങിയ ദേശീയ മാധ്യമങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവരെല്ലാം തന്നെ ഇതൊരു കേരളത്തിൻ്റെ ഒരു സമരം എന്ന രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. മറിച്ച് ഒരു ദേശീയ തലത്തിലുള്ളൊരു സമരം, ഒരു ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ഒരു സമരം എന്ന രീതിയിലാണ് അവരെല്ലാം തന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ തുടക്കം നമുക്കറിയാം. ഈ കേരളം ഒരു സമരം പ്രഖ്യാപിക്കുന്നു, മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നു. എന്നാൽ അതിനുമെല്ലാം അപ്പുറത്തേക്കുള്ള വലിയ ഒരു വ്യാപ്തി സമരത്തിന് കൈവന്നു. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം? ഒരുപക്ഷെ രാജേന്ദ്രൻ, എനിക്ക് തോന്നുന്നു സമീപ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഇവൻ്റാണ് ഇന്നലെ കണ്ടത് എന്നുള്ളത് പറയേണ്ടി വരും. നമ്മൾ ഈ ഏത് സാഹചര്യത്തിലാണ് കേരളം ഈ ഒരു സമരവുമായി മുന്നോട്ട് വന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ ചില സഹായങ്ങൾ, കേന്ദ്രം നൽകേണ്ട കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെതിരെ ഒരു സമരമുഖം പോർമുഖം തുറന്നുകൊണ്ട് വരികയാണ്. അതിന് കേരളം അവലംബിച്ച മാർഗ്ഗങ്ങളിൽ ഒന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതിന് നവകേരള സദസ്സ് 140 മണ്ഡലങ്ങൾ കൂടി സഞ്ചരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. രണ്ടാമത്, ഈ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിന് പോയി. മൂന്നാമതാണ്, വലിയ തരത്തിൽ ദേശീയ തലസ്ഥാനത്തിലേക്ക് ചെന്ന് തന്നെ ഒരു വലിയ സമരമുഖത്തിന് തുടക്കമിട്ടു. പക്ഷേ കേരളം പ്രതീക്ഷിച്ചതിനേക്കാൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കും ഒരു ഒരുമയ്ക്കും ഒരു വലിയ നാന്ദി കുറിക്കലായിരുന്നു ഇന്നലത്തെ ആ സമരം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പ് 7-ാം തീയതി കേരളം സമരം പ്രഖ്യാപിച്ച് അതിനും ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക ഒരു സമരം പ്രഖ്യാപിക്കുകയും 7-ാം തീയതി അവർ ദില്ലിയിൽ ഒരു സമരം നടത്തുകയും ചെയ്തു. കർണാടക ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. സമരം ആഹ്വാനം ചെയ്തത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ ഒരു ദേശീയ പ്രാധാന്യം അതിന് കിട്ടിയതുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന ആ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചകം കൂടിയായിരുന്നു ആ കർണാടക സമരം മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. അത് ഇന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളം മുന്നോട്ട് വരുന്നു. അത് പിണറായിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. കാരണം അറിയാം, കേരളം സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ളതും മോഡി സർക്കാർ ഭരിക്കുന്ന ഫാഷിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഈ ഫെഡറലിസം ഉൾപ്പെടെയുള്ളത് ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതും അതിനെതിരെ വലിയൊരു സമരമുഖം തുറക്കാനും മറ്റ് കക്ഷികളെ ഒരുമിപ്പിക്കാനും ശേഷിയുള്ള ഒരു സംസ്ഥാനവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവ് പിണറായി ആണെന്ന അർത്ഥത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ പിണറായി എന്ന് പറയുന്ന ഒരു നേതാവിന് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സമരം കഴിഞ്ഞു. അതാണ് കാണുന്നത്. ഇന്ന് ആ പത്രങ്ങളുടെയൊക്കെ തലക്കെട്ട് പരിശോധിച്ചതാണ് ഹിന്ദു അടക്കമുള്ള ഏറ്റവും രസകരമായ സാധനം ടൈംസ് ഓഫ് ഇന്ത്യ പ്രധാന വാർത്തയായി കൊടുത്തു എന്നുള്ളതാണ്. അത് വലിയ തരത്തിലേക്ക് ഫെഡറലിസത്തിന് വേണ്ടി കേരളം വന്നിരിക്കുന്നു, പിണറായി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു വലിയ മാറ്റമാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി സഖ്യം അന്ന് ബീഹാറിൽ ആദ്യത്തെ യോഗം ചേർന്ന് മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യത്തെക്കാൾ വലുതായിട്ട് തന്നെ ഇത് നന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് വേറെ തരത്തിൽ കാണുന്നത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഈ വിഷയത്തെ ആഹ്ലാദത്തോട് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ പറയുക, ജനാധിപത്യം പുലരണമെന്നും രാജ്യത്തിൻ്റെ മതനിരപേക്ഷത പുലരണമെന്നും ഭരണഘടന ഇങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒരു ഐക്യവുമാണ് ഇന്നലെ ഇവിടെ കണ്ടത്. ഇതിനൊരു തുടർച്ച ഉണ്ടാകണം. അതാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ. തീർച്ചയായിട്ടും ഇതിനൊരു തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം ദിവസമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.